ചില ചിത്രങ്ങളുണ്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആവർത്തിച്ചാവർത്തിച്ച് കാണാൻ തോന്നുന്ന ചിലത്. അവയിലെയൊക്കെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ ഡയലോഗുകളും പ്രേക്ഷകരുടെ മനസ്സിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്നവയാണ്. അത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമ. ഡോക്ടർ സണ്ണിയായി മോഹൻലാലും നകുലനായി സുരേഷ് ഗോപിയും നാഗവല്ലിയായി ശോഭനയും നിറഞ്ഞാടിയ ചിത്രം. അതെ, മണിച്ചിത്രത്താഴ് എന്ന ആ എവർഗ്രീൻ സിനിമ ഇറങ്ങിയിട്ട് ഡിസംബർ 25-ന് 30 വർഷം തികയുന്നു. മധുമുട്ടമെഴുതി ഫാസിൽ സംവിധാനം ചെയ്ത സ്വർഗചിത്ര അപ്പച്ചൻ നിർമ്മിച്ച് 1993 പുറത്തിറങ്ങിയ ഇതിഹാസ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് മണിച്ചിത്രത്താഴ്. സംവിധായകരായ സിബി മലയിൽ, പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ എന്നിവർ 2ാം യൂണിറ്റ് ഡയറക്ടർമാരായും പ്രവർത്തിച്ചു എന്നത് ഈ ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. 19ാം നൂറ്റാണ്ടിൽ മധ്യ തിരുവിതാംകൂർ കുടുംബമായ ആലുമൂട്ടിൽ തറവാട്ടിൽ നടന്ന ഒരു ദുരന്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമയുടെ കഥ. സിനിമ ഇറങ്ങി വർഷം ഇത്ര പിന്നിട്ടിട്ടും ഇന്നും മലയാളികളുടെ മനസ്സിൽ സണ്ണിയും ഗംഗയും നകുലനുമൊക്കെ മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ആ സിനിമയുടെ വിജയം തന്നെയാണ്. കാരണം ഇന്ത്യൻ സിനിമയിൽ പതിവില്ലാത്തൊരു പ്രമേയമായിരുന്നു ചിത്രം കൈകാര്യം ചെയ്തത്. നിരവധി തിയേറ്ററുകളിലായി 300 ദിവസത്തിലധികമായിരുന്നു സിനിമ പ്രദർശനത്തിനെത്തിയത്. എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സിനിമ എന്നു തന്നെ മണിച്ചിത്രത്താഴിനെ വിശേഷിപ്പിക്കാം. കാരണം വൈകാരികത, ഹാസ്യം, പ്രണയം, നിഗൂഢത, സാംസ്കാരിക തനിമ, സംഗീതം ഇവയെല്ലാം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സമന്വയിപ്പിച്ചുള്ള ചിത്രമാണിത്. കൂടാതെ ക്ലൈമാക്സ് രംഗങ്ങളിലുള്ള ട്വിസ്റ്റ് മണിച്ചിത്രത്താഴിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം. ഇത്തരമൊരു ചിത്രം ഇന്ത്യൻ സിനിമാ ലോകത്തിന് ഒരു അത്ഭുതം തന്നെയാണ്. നർമ്മത്തിലും നിഗൂഢതയിലും ആരംഭിക്കുന്ന കഥ ക്രമേണ ഭയാനകമായി പുരോഗമിക്കുകയും അപ്രതീക്ഷിതമായി ക്ലൈമാക്സിൽ ഒരു മനഃശാസ്ത്ര വിഷയമായി മാറുകയും ചെയ്യുന്നു. കഥയിലുടനീളം തെക്കിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അസാധാരണമായൊരു പ്രകമ്പനം തന്നെയാണ്. ഈ രംഗങ്ങളെ കൂടുതൽ തീവ്രവും ഭയപ്പെടുത്തുന്നതുമാക്കുവാൻ ജോൺസൺ മാഷിന്റെ മ്യൂസിക്കൽ സ്കോറിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട സവിശേഷതയാണ്. MG രാധാകൃഷ്ണൻ രചിച്ച 9 ട്രാക്കുകളും കഥാഗതിയുമായി നന്നായി ഇഴുകിച്ചേരുന്നുണ്ട്. മണിച്ചിത്രത്താഴിനെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് സിനിമയുടെ കാസ്റ്റിംഗ് തന്നെയാണ്. സിനിമയുടെ പെരുമ വാനോളം ഉയർത്തിയ പപ്പു, തിലകൻ, നെടുമുടി വേണു, KPSC ലളിത, ഇന്നസെന്റ് തുടങ്ങിയ അതുല്യ പ്രതിഭകളുടെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന തുടങ്ങിയ മറ്റു താരങ്ങളുടെയൊക്കെ അഭിനയ മികവും എടുത്തു പറയേണ്ടതാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ നേട്ടം ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. മധുമുട്ടം എന്ന തിരക്കഥാകൃത്തിന്റെ എഴുത്തിലെ വൈദഗ്ധ്യമാണ് അതിൻ്റെ കാരണം. ചാത്തനീറിനെ കുറിച്ചൊന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചാണ് ഇദ്ദേഹം ഫാസിലിനെ കാണാനെത്തുന്നത്. എന്നാൽ ഈ വ്യത്യസ്തമായ ആശയത്തെ കഥയായി വികസിപ്പിക്കുവാനായിരുന്നു ഫാസിലിന്റെ മറുപടി. പിന്നെ എഴുത്തും ചർച്ചയും ഒക്കെയായി 3 വർഷം കഴിഞ്ഞുപോയി. ശേഷം ചിത്രം തിയേറ്ററിലെത്തിയപ്പോൾ സൂപ്പർ ഹിറ്റ്. ഫാസിലിലെ സംവിധായക മികവിനെ അടയാളപ്പെടുത്തുന്ന ചിത്രം കൂടിയായി ഇത് മാറി. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വന്ന് ചികിത്സിച്ച് ഭേദമാക്കാമെന്നുള്ളൊരു രോഗത്തെ മാനസിക രോഗിയിലെ അപരവ്യക്തിത്വവും മന്ത്രവാദവും ഒക്കെയായി സിനിമയിൽ ചിത്രീകരിച്ചു. അതിലൽപ്പം ഹാസ്യം കൂടി സംവിധായകൻ ഉൾപ്പെടുത്തിയപ്പോൾ മറ്റൊരു തലത്തിലേക്ക് ചിത്രം വഴിമാറുകയായിരുന്നു. സിനിമയെ സൈക്കിക് ഡില്യൂഷനായും ശാസ്ത്രീയപരമായും വ്യാഖ്യാനിക്കാം. ഗംഗ എന്ന കഥാപാത്രം ഇതിന് മികച്ച ഉദാഹരണമാണ്. കുട്ടിക്കാലത്ത് ഗംഗ കേട്ടറിഞ്ഞ പുരാണ കഥകളും കെട്ടുകഥകളും നകുലന്റെ ഭാര്യയായി മാടമ്പള്ളി തറവാട്ടിൽ എത്തിയതിനു ശേഷം കേട്ടറിഞ്ഞ കഥകളിലൂടെയുമൊക്കെ ഗംഗ നാഗവല്ലിയിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ഫാസിലിലെ സംവിധായകന് സാധിച്ചു. അതുകൊണ്ട് തന്നെ
മണിച്ചിത്രത്താഴ് എന്ന ഈ സിനിമയെ തേടിയെത്തിയത് നിരവധി അംഗീകാരങ്ങളാണ്. സംസ്ഥാന അവാർഡുകൾക്ക് പുറമെ ദേശീയ അവാർഡുകളും സിനിമയ്ക്ക് ലഭിച്ചു. മികച്ച നടിക്കുള്ള 1993 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും 1994 ദേശീയ ചലച്ചിത്ര അവാർഡും ശോഭനയ്ക്ക് ലഭിച്ചതോടെ അത് സിനിമയുടെ കൂടി വിജയമായി മാറി. മലയാളം കൂടാതെ തമിഴ്, കന്നഡ, ബംഗാളി, ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടെങ്കിലും മലയാളത്തിൽ ലഭിച്ചത്ര ജനപ്രീതി മറ്റൊരു ഭാഷയിലും ലഭിച്ചിട്ടില്ല എന്നു തന്നെ പറയേണ്ടി വരും. കാലം എത്ര കഴിഞ്ഞാലും മലയാളി ഉള്ളിടത്തോളം കാലം മണിച്ചിത്രത്താഴ് എന്ന സിനിമ തലയെടുപ്പോടുകൂടി ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ നിലകൊള്ളും എന്നതിന് രണ്ടു പക്ഷമില്ല. മലയാള സിനിമയ്ക്ക് കാലാതീതമായ രത്നമാണ് മണിച്ചിത്രത്താഴ്.